ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ബിടെക് എടുക്കുന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം, ബിടെക് എടുക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താ, ബിടെക് എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിടെക് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കെല്ലാം ഒന്ന് ഉപകാരത്തിൽ കൊള്ളട്ടെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബിടെക്കിലുള്ള മെയിൻ കോഴ്സുകളെ പറ്റി നിങ്ങൾക്കൊരു ധാരണ തരാം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. തീർച്ചയായിട്ടും ഇവയെ കോർ ഫീൽഡ് എന്ന് വിളിക്കും. ഇതല്ലാണ്ട് IT-യും CS-ഉം വരുന്ന മറ്റൊരു വിഭാഗം. ഇതൊന്നും കൂടാണ്ട് വേറെയും ഒരുപാട് കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതാണ് മെയിനായിട്ട് കോർ ഫീൽഡിൽ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? തീർച്ചയായും പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ IT or CS തിരഞ്ഞെടുക്കാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ് ഇത് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് കോർ ഫീൽഡിൽ ഒരു വെഹിക്കിൾ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ, അല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ, കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ, സിഗ്നൽ പ്രോസസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ ആ ഒരു മേഖലയിൽ വരുന്ന കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കോഴ്സുകളുടെ എല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ആകാശിക ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ് പതിക്കുന്നത് മിക്കവാറും എഞ്ചിനീയറുടെ തലയിലേക്കെന്നാണ് പറയുക. കാരണം അത്രമാത്രം എഞ്ചിനീയേഴ്സ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ജോലി സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രീസ് ഇല്ല. ഇൻഡസ്ട്രീസിലാണ് മെയിനായിട്ട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ളത്. സോ ഇൻഡസ്ട്രീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പുറം നാടുകളിൽ പുറത്ത് സംസ്ഥാനങ്ങളിൽ, പുറത്ത് രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാര്യം നമ്മൾ മറക്കരുത്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, തീർച്ചയായും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോളേജുകൾ കേരളത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ KTUവിൻ്റെ അണ്ടറിൽ കോളേജസ് ഉണ്ട്, കാലിക്കറ്റിൻ്റെ അണ്ടറിൽ ഒരു കോളേജ് ഉണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് NIT or IIT വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. JEE എന്ന് പറഞ്ഞുള്ള എക്സാം എഴുതി കഴിഞ്ഞാൽ, JEE എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്ന മാർക്കിനനുസരിച്ച് NIT-കളിൽ പ്രവേശനം നേടാം. JEE കഴിഞ്ഞിട്ട് അതിന് ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള എക്സാമാണ് JEE അഡ്വാൻസ്. അതുകൂടെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IIT-കളിൽ കയറാം. തീർച്ചയായിട്ടും ഇത് രണ്ടും വേണ്ട, നമുക്ക് സാധാരണ ഒരു കോളേജ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊരു കോളേജ് മതി എന്നാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കീം എഴുതിയാൽ മതി. കീമിൻ്റെ മാർക്ക് വെച്ചിട്ട് കോളേജിൽ കയറാം. നിങ്ങൾ ഏത് കോളേജിൽ കയറിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, IIT-കളും NIT-കളും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുന്നവരാ, അല്ലെങ്കിൽ അവരുടെ കരിക്കുലം കുറച്ചുകൂടി അഡ്വാൻസ്ഡാ, അതേപോലെ തന്നെ അവരുടെ പഠിപ്പിക്കുന്ന മെത്തേഡ്സും വേറെയാ. സോ നിങ്ങൾ അവിടെ ചേരാന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി വർത്താണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ KTUവിൻ്റെ അണ്ടറിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കരിക്കുലമൊക്കെ ഏകദേശം സെയിം ആ, പഠിക്കാനുള്ള കണ്ടൻസ് ഏകദേശമൊക്കെ സെയിം ആ, പക്ഷെ അത്രത്തോളം വർക്ക് പ്രഷർ ഉണ്ടാകില്ല. നിങ്ങൾ തിരഞ്ഞെടുക്കും മാക്സിമം പ്രൈവറ്റ് കോളേജുകൾ പോകുമ്പോൾ പ്രൈവറ്റ് കോളേജുകൾ ഫസ്റ്റ് ഓഫ് ഓൾ പോകാണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടെ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ ശ്രദ്ധിക്കുക. സമാധാനമായിരുന്ന് പഠിക്കാനും അത്രത്തോളം പ്രഷർ ഇല്ലാണ്ട് പഠിക്കാനും പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ചേരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനും ഇടയ്ക്കൊക്കെ കറങ്ങിയടിച്ച് നടക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിലൊരു രസമുള്ളതല്ലേ? തീർച്ചയായിട്ടും പഠിത്തം മാത്രമായിട്ട് ഇങ്ങനെ നടന്ന ഒരു വലിയൊരു മെസ്സില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകൾ എടുക്കുക. കാരണം നിങ്ങൾ പഠിക്കുന്ന സിലബസിനും ആ ഒരു ക്ലാസ് റൂമിൻ്റെ 4 ചുവരുകൾക്കും അപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെയാണ് IIT-കളും NIT-കളും വ്യത്യസ്തമാകുന്നത്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികളും സ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യതകളും അവിടെയുണ്ട്. പക്ഷേ KTUവിൻ്റെ അണ്ടറിലും ഇപ്പോൾ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രം. താല്പര്യമുള്ള പാഷനുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എവിടെ പോയാലും പഠിച്ചിറങ്ങാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇനി ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്താം. മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഏതൊരു ഇൻഡസ്ട്രീസിലും മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മെക്കാനിക്കലായിട്ടുള്ള എല്ലാ പാർട്സിനെയും ഹാൻഡിൽ ചെയ്യുന്ന, എല്ലാ വർക്കുകളെയും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോഴ്സാണ്. സോ എഞ്ചിനീയറിങ്ങിൻ്റെ കോർ ഫീൽഡിൽ ഒന്നാണ് മെക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ചൂസ് ചെയ്യാം. വാഹനങ്ങൾ, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിലുള്ള പാർട്ടുകൾ, ക്വാളിറ്റി എഞ്ചിനീയറിങ്, ഇങ്ങനെ ഒരുപാട് ഡൈവേഴ്സായി കിടക്കുന്ന ഒരു മേഖലയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞുള്ള ആ ഒരു പേരിലാണ് വരുന്നത്. തീർച്ചയായിട്ടും കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണ്. ഞാൻ എടുത്തിട്ടുള്ളൊരു കോഴ്സാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പഠിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ്. അതേപോലെ തന്നെ നല്ല രസകരമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. പിന്നെ പറയാമല്ലോ, താല്പര്യമുള്ള ആൾക്കാർ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം കുറച്ച് അധികം കണ്ടൻസ് പഠിക്കാനുണ്ട് എന്നുള്ളതുകൂടിയാണ്. ഇതിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ മെക്കാനിക്കൽ പറഞ്ഞ പോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള സാധനമാണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഏതൊരു ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നതാണ്. സോ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂടി ചേർന്നാൽ മാത്രമേ ഇൻഡസ്ട്രീസിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതുകൊണ്ട് തന്നെ EV സൈഡിൽ, കൺവേർട്ടർ സൈഡിൽ, അതേപോലെ തന്നെ സോളാർ എനർജിയുടെ സൈഡിൽ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖല, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കൂടി. ഇലക്ട്രോണിക്സ് മെയിനായിട്ട് ചെറിയ വോൾട്ടിലുള്ള, ഇതിൽ തന്നെ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. അതിലല്ലാണ്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി വോൾട്ടേജ് കുറഞ്ഞ എക്യുപ്മെൻറ്റ്സ്, അഥവാ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ ഭൂരിഭാഗം ഉള്ളത് നമ്മുടെ നാടിൻ്റെ പുറത്താണ് എന്ന് മാത്രം. ഇപ്പോൾ പറഞ്ഞ 3 കോഴ്സുകളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ സിവിൽ ഒബ്വിയസ്ലി നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫീൽഡ്, അത് ഏതൊരു സ്ഥലത്ത് പോയാലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കുവാൻ പറ്റുന്നൊരു മേഖലയാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും ആണൊരു നാടിൻ്റെ മെയിനായിട്ടുള്ള കൺസ്ട്രക്ഷനുകളെല്ലാം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് പറയാലോ. തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ധാരണയുണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി IT ആൻഡ് CS കുറിച്ച് പറഞ്ഞുതരാം. IT ആൻഡ് CS എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലകളാണ് പ്രധാനമായിട്ടും. IT യും CS ഉം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ്. തീർച്ചയായിട്ടും ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് വല്ലാണ്ട് പാടുപെടേണ്ടി വരില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കോഡിംഗ് സ്കിൽസോടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോഴേക്കും കൊത്തിയെടുത്ത് കൊണ്ടുപോകാൻ കമ്പനികൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് തന്നെ ജോബ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഏണിംഗ് ഉണ്ടാക്കാം. അത്യാവശ്യം കോഡിങ്ങിലൊക്കെ മികച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ IT അഥവാ CS എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു മേഖല നിങ്ങൾ കണ്ടില്ലെന്നൊരിക്കലും നടിക്കുക. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ, കോഡിങ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുക ഈ ഒരു മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പിന്നെ നമ്മൾ ഈ CS കുറിച്ചും IT കുറിച്ചൊക്കെ പറഞ്ഞുവല്ലോ. പക്ഷേ ഈ CS-ൻ്റെയും IT-യുടെ ഒക്കെ കോഡിങ്ങിൻ്റെ ഒക്കെ ഭൂരിഭാഗം മേഖലകളും നമ്മുടെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത് മൂലം നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അതുകൂടെ നമ്മൾ കാണണം. നമ്മൾ ഇപ്പോൾ നടക്കുന്ന അപ്ഡേഷനുകൾക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം കോഴ്സുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കറൻ്റ്ലി ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ള കോഴ്സാണ് CS IT എന്നുണ്ടെങ്കിലും ഭാവിയിൽ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്ന് ഞാൻ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. അടുത്തത് നമ്മൾക്ക് കോളേജിൻ്റെ ഒരു ഹൈറാർക്കി കൂടെ പറഞ്ഞുതരാം. കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ IIT-കളാണ് ഇന്ത്യയിലെ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. തൊട്ട് താഴെ വരുന്നതാണ് NIT-കൾ. അതിൻ്റെ താഴെ മാത്രമേ KTUവിൻ്റെ അണ്ടറിലുള്ള കോളേജസും കുസാറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജസും. നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്, BTech എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. തിരഞ്ഞെടുക്കുന്ന കോളേജ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് മാക്സിമം ഗവൺമെൻറ് കോളേജസിൽ പോകാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്രൈവറ്റ് കോളേജസിൽ പോവുക. അല്ലാണ്ട് മറ്റേ കൂട്ടിലിട്ട് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്ന കോളേജസിൽ ദയവ് ഇത് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട 4 വർഷങ്ങളാണ്. അത് അടിച്ചു പൊളിച്ച് കിടിലമാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഫ്രീഡം തരുന്ന, നല്ല രീതിക്ക് പഠിക്കാൻ അവസരമുള്ള, നല്ല രീതിക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള കോളേജസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഒരു തവണ കൂടെ എക്സാം എഴുതിക്കോ, നോ പ്രോബ്ലം. അല്ലാണ്ട് 4 കൊല്ലം കൊണ്ടുപോയിട്ട് ദയവ് ഇത് കളയരുത്. നല്ല കോളേജസ് ആയിട്ട് ചൂസ് ചെയ്യുക. മാക്സിമം ഗവൺമെൻറ് കോളേജസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് പ്രഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് പ്രഷർ ഭയങ്കര കുറച്ച് ഫ്രീഡം അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടിയിട്ട് നല്ല രീതിക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ്റുന്ന കോളേജസ് മാത്രം സെലക്ട് ചെയ്യാൻ ഞാൻ വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചൊരു ടൈം കഴിയുമ്പോൾ ആ പാടെ പ്രാന്തിടിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. സോ മാക്സിമം നല്ല കോളേജ് മാത്രം, മാക്സിമം ഗവൺമെൻറ് കോളേജസ് പ്രിഫർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്രൈവറ്റ് കോളേജസിൽ മാത്രം പോവുക. അത്യാവശ്യം ഫ്രീഡം തരുന്ന, അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോളേജസിലേക്ക് മാത്രം പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി തരാം എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.